മലപ്പുറത്ത് ഡൗൺ ഹില്ലിൽ മസ്ജിദുൽ ഹുദ എന്ന് പറയുന്ന ഒരു മസ്ജിദിൽ വെച്ച് അയ്യൂബ് കെയുടെ സഹോദരിയുടെ മകളുടെ നിക്കാഹിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. വളരെ മനോഹരമായൊരു ചടങ്ങ്, ഹൃദ്യമായ ചടങ്ങ്. പള്ളിക്കകത്ത് രാവിലെ 9:30-ക്കായിരുന്നു നിക്കാഹ്. ആ നിക്കാഹിന് മുന്നോടിയായി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തബ്ലീഗിൻ്റെ മസ്ജിദാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തബ്ലീഗിൻ്റെ മസ്ജിദിൽ അവിടുത്തെ ഇമാം, അദ്ദേഹം വാഴക്കാട്ടുകാരനാണെന്ന് പറഞ്ഞു, പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഉണർത്തലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രഭാഷണമുണ്ടായിരുന്നു. ഈ തബ്ലീഗുകാരുടെ പ്രഭാഷണങ്ങൾ പൊതുവിൽ അങ്ങനൊരു പ്രസംഗ ശൈലിയിലോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് വളരെ സ്വാഭാവികമായ രീതിയിൽ അനുഭവങ്ങൾ ചേർത്ത് വെച്ച് പറയുന്നതായി എനിക്ക് തോന്നാറുണ്ട്. വളരെ കടുകട്ടി പദങ്ങളുടെ കാർക്കശ്യം നിറഞ്ഞ കൽസിത കുൽസിത ഭർസനങ്ങളൊന്നുമില്ലാത്ത ഒരു ശൈലിയിലാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞതിൽ വളരെ ശ്രദ്ധേയമായ ചില പോയിൻറ്റുകൾ പറയുകയുണ്ടായി. അത് മനുഷ്യർക്കല്ല, നമുക്കെല്ലാവർക്കും ഗുണകരമായ ചിലതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് പങ്കുവെക്കണമെന്ന് വിചാരിച്ചത്. മറ്റു ചില കാര്യങ്ങൾ കൂടി അവസാനം പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് മറ്റെല്ലാ ഇബാദത്തുകളെയും പോലെ ഒരു കൽപ്പിക്കപ്പെട്ട ഒരു ശ്രേഷ്ഠമായ ചടങ്ങാണ്, അല്ലെങ്കിൽ ഒരു ബന്ധമാണ്. വെറും നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കുന്ന ഒരു ചേർത്ത് വെക്കലുകളിലേക്ക് എത്തിച്ചേരുന്നതിന്, അതിന് മുന്നോടിയായി വിവാഹം കഴിക്കുന്ന ചെക്കനോട് അല്ലെങ്കിൽ പയ്യനോട് പെൺകുട്ടിയെ കാണണമെന്നും ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച കാണണമെന്നും പരസ്പരം സംസാരിച്ച് വിവരങ്ങൾ അറിയണമെന്നും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകി പരസ്പരം ഇരുകൂട്ടരും അറിഞ്ഞ് തീരുമാനിച്ചാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. അതിലേക്ക് പ്രവേശിക്കുന്ന ആ കർമ്മം പൂർത്തിയാവുന്നതോടുകൂടി നമ്മൾ സത്യം പറഞ്ഞാൽ 2 പുഴ ഒന്നാകുന്നത് പോലെ ആണ് അതിങ്ങനെ ചേർന്നൊഴുകി ഒന്നായി പോകുന്നത്. അതോടുകൂടി ബന്ധങ്ങളിലെല്ലാം ഒരു റീഡെഫിനിഷനും ഒരു മാറ്റവുമൊക്കെ ഉണ്ടാവുകയാണ്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് അതിൽ പ്രധാനമായും റസൂൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചത്, ഈ വിവാഹബന്ധത്തിൽ സ്വർണത്തെക്കാളും സൗന്ദര്യത്തെക്കാളും സമ്പത്തിനേക്കാളും പ്രതാപത്തെക്കാളും എല്ലാം ഉപരി സൂക്ഷ്മത, വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പ്രായോഗികവൽക്കരണത്തിൻ്റെ ഒരു സമന്വയം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിവാഹത്തിലെന്നാണ് പറഞ്ഞത്. കാരണം ബാക്കിയുള്ളതെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ്. എല്ലാം സൗന്ദര്യം, നമ്മളിപ്പോൾ സൗന്ദര്യം നോക്കിയ ഒരാളിനെ കെട്ടിക്കൊണ്ടുവരുന്നു, പിന്നീട് അവരെന്തായിത്തീരുന്നു, സമ്പത്ത് നോക്കിയാൽ ഇത്തരം കാര്യങ്ങളുള്ള എല്ലാം. പക്ഷേ ഒരാളുടെ ഹൃദയത്തിൽ നല്ല വിശ്വാസിയാണെങ്കിൽ, അതാണും പെണ്ണും, ആൺകുട്ടിയും പെൺകുട്ടിയും, അവർക്ക് ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളെ ആ വിശ്വാസം കൊണ്ടും സൂക്ഷ്മത കൊണ്ടും ക്ഷമ കൊണ്ടുമൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരും. അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞത് ഈ ഭാര്യയ്ക്കും ഭർത്താവിൻ്റെയും കടമകളാണ് പരസ്പരമുള്ളത്. ആ കടമകളെക്കുറിച്ച് ചോദിച്ചാൽ, ഭർത്താവിൻ്റെ കടമകളെക്കുറിച്ച് ഭാര്യയ്ക്ക് നന്നായി അറിയാം, ഭാര്യയുടെ കടമയെക്കുറിച്ച് ഭർത്താവിനും അറിയാം. പക്ഷേ അവരവരുടെ കടമയെക്കുറിച്ച് അവരവർക്ക് ചോദിച്ചാൽ അറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ബോധേഡല്ല, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഭർത്താവിൻ്റെ കടമയെക്കുറിച്ചാണ് ഭാര്യ പറയുന്നത്, ഭാര്യയുടെ കടമയെക്കുറിച്ചാണ് ഭർത്താവും പറയുന്നത്. അതുകൊണ്ടൊരു വിവാഹ ജീവിതം മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും ഈ പറയുന്ന ഒരു സവിശേഷമായ രീതി പരസ്പരം അറിയുന്നതിലും ഉൾക്കൊള്ളേണ്ടതിലുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഒരു വിജനമായ മൈതാനത്തിന് സമീപം കൂടി നടന്നു പോകുമ്പോൾ, നമുക്ക് കൈപിടിച്ചൊന്ന് ഓടിയാലോ ആയിഷ എന്ന് ചോദിച്ച് അവിടെ ഓടിയെന്നും, അതിൽ ആയിഷയെ പ്രവാചകൻ വിജയിപ്പിച്ചു എന്നും, ജയിക്കാനറിയാം നമുക്കൊക്കെ, ജീവിതത്തിൽ ജയിപ്പിക്കാൻ കൂടി അറിയേണ്ടതിൻ്റെ ഒരു അനിവാര്യതയും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതൊരു ശ്രദ്ധേയമായ പോയിൻ്റാണ്. ജയിക്കാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹം, ആർത്തി, അതിനുവേണ്ടിയുള്ള അധ്വാനമൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ജീവിത പങ്കാളിയെ ജയിപ്പിക്കാൻ, അവരുടെ ഒരു ഇഷ്ടത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, അവരുടെ ഒരു ആഗ്രഹത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ, അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ നാലാമതായി പറഞ്ഞത്, പ്രവാചകൻ ഭക്ഷണം കഴിക്കാനായി ഒരു സുഹൃത്തിനെയും കൊണ്ട് കുടുംബത്തേക്ക്, വീട്ടിലേക്ക് വന്നു. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തോ ഗോതമ്പിൻ്റെ വലിയ ഉണക്ക റൊട്ടി, കൂടാതെ സുർക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വിനാഗിരി എന്നൊക്കെ പറയുന്നത്, അന്ന് പ്രായോഗികമായി ഈത്തപ്പഴവുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സുർക്കയാണ്. ആ സുർക്കയും കൊണ്ട് ആഹാരം കഴിച്ചതിന് ശേഷം പ്രവാചകൻ അവിടെ ഇരുന്ന് പറഞ്ഞത്രേ, ഓഹ്, ഈ സുർക്ക എന്തോ ഒരു രുചി, ഭയങ്കര രുചി, നല്ല രുചി എന്നുള്ള രീതിയിൽ പറഞ്ഞത്രേ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പുകഴ്ത്തൂല്ല.
ഭാര്യ മരിച്ചു കഴിഞ്ഞ് ഭർത്താവിനെ കാണാൻ ചെന്നാൽ ഭർത്താവ് ഇരുന്ന് പറയും, അവളായിരുന്നു എൻ്റെ എല്ലാം, ചായയുടെ ഇരുന്ന തേയില, അതിൻ്റെ പഞ്ചസാര, അതിൻ്റെ ചൂട്, അവൾ പോയതോടുകൂടി എല്ലാം പോയി എന്ന് പറയും. അതുപോലെ തന്നെ ഭർത്താവ് പോകുമ്പോഴും പറയും, എൻ്റെ ജീവൻ തീർന്നു, എൻ്റെ പ്രകാശം കെട്ടു, മറ്റേത് രാത്രി ഇങ്ങനെയായിരുന്നു, പകൽ അങ്ങനെയായിരുന്നു, പ്രഭാതത്തിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഗതികൾ കാണും. ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും പറയില്ല. സ്വാഭാവികമാണല്ലോ, നമ്മുടെ ജീവിതത്തിൽ മക്കൾ കാണുക നമ്മൾ മുത്തം കൊടുക്കില്ല ഭാര്യയ്ക്ക്, പക്ഷേ അടിയുണ്ടാക്കും. കാരണം അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലാതെ പറയുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ ഈ കഥ അദ്ദേഹം പറഞ്ഞു. പിന്നീടൊരു മൗലാന, അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു, ഞാൻ മറന്നുപോയി, പേരൊക്കെ അങ്ങ് മറന്നു പോകുന്നൊരു ശീലമുണ്ട് എനിക്ക്. ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടതാണ്. അദ്ദേഹം ഏതോ ഒരു യാത്ര, ഡൽഹിയിലാണ്, യാത്ര പോകുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാൻ ആ വഴി പോകുന്നുണ്ട്, കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഭക്ഷണം ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയെ ഭക്ഷണമെല്ലാം ആക്കി, അദ്ദേഹവും വന്നു, കഴിച്ചു. എന്നിട്ട് സാധാരണ പ്രവാചകൻ്റെ ഒരു ചര്യയുണ്ടല്ലോ, നടന്ന് കാറിൻ്റെ അവിടം വരെ എത്തി, കാറിൽ കയറ്റി അദ്ദേഹത്തെ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ ഇരുന്ന് ഏങ്ങലടിച്ച് കരയുകയാണത്രേ. അപ്പോൾ ചോദിച്ചു, നീ എന്താ കരയുന്നതെന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ വഴക്കിട്ടില്ലല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഈ ഭാര്യ പറഞ്ഞത്രേ, ഈ വന്ന മൗലാന ആഹാരം കഴിച്ച ശേഷം ആ ആഹാരത്തിൻ്റെ രുചിയെക്കുറിച്ച് ഒത്തിരി പറഞ്ഞു. നല്ല ഭക്ഷണം, നല്ല രുചി, ഞാൻ ഒത്തിരി കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചെന്ന്, ഇത്രയും വർഷങ്ങളായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു, നിങ്ങൾ എൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ഇതുപോലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അത് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ അത് കേട്ടപ്പോൾ ഇങ്ങനെ ചില ശീലങ്ങളൊക്കെ എനിക്കും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അയ്യൂബക്കയുടെ നേരെ തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ശരിയാ, ഇങ്ങനെയൊക്കെ ഭാര്യയെ എടുത്ത് പറയണം അല്ലേ അയ്യൂബക്ക എന്ന് ചോദിച്ചപ്പോൾ അയ്യൂബക്ക പറയുന്നത്, കള്ളം പറയുന്നതിന് പ്രത്യേക ശിക്ഷയുണ്ട്. എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ നമ്മൾ മനഃപൂർവ്വം കള്ളം പറഞ്ഞുകൂടാന്ന്. അതാണ് പുള്ളി അത്രയും നേരം കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഏതായാലും അതതിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഈ പ്രസംഗം ഉൾപ്പെടെ വീഡിയോ എടുക്കണം എന്ന് ഈ ഷംസുദ്ദീനെ നിന്ന് എൻ്റെ കൂടെ വന്ന ഡ്രൈവർക്ക് തോന്നി. അദ്ദേഹം ഈ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ ഓണാക്കി. അപ്പോഴത്തേക്ക് മൗലാനാമാർ പലരും വന്ന് കൈ കയറി പിടിച്ചു, മാറ്റി, അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായി. അതൊക്കെ വളരെ മോശമാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട തബ്ലീഗ് ജമാഅത്തുകാർ ഉൾപ്പെടുന്ന ജമാഅത്തുകാരോട് പറയട്ടെ, പള്ളിയിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പുറം ലോകം അറിയിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. ഈ പള്ളി മസ്ജിദ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കതവടച്ച് ലോക്കിട്ട് പൂട്ടിയിരിക്കുന്ന ഒരു ഇരുട്ടുമുറിയല്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും അല്ലാത്തവർക്കുമൊക്കെ അറിയണം. പള്ളിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അവിടെ എല്ലാ മനുഷ്യരും വരുന്നു, ഇതുപോലുള്ള പ്രസംഗങ്ങൾ നടക്കുന്നു, ആ പ്രസംഗങ്ങൾ എല്ലാവരും കേൾക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ എന്താ ഒരു സംഗതി എന്നറിയോ, നാളെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ സമൂഹത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും പറയുന്നില്ലേ, തെറ്റിദ്ധാരണകളാണ്, മറ്റ് സമുദായത്തിനും മനഃപൂർവ്വമാണ്. അതിലൊരു നല്ല പങ്ക് നമുക്കും ഉണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ആരെയും ഉൾക്കൊള്ളൂല, ആരെയും മനസ്സിലാക്കൂല, ആരെയും കാണിക്കാൻ സമ്മതിക്കൂല. ഹറമിലെ മുഴുവൻ അമലുകളും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു പള്ളിക്കകത്തെന്താ എന്ന് മാത്രമല്ല, നമ്മൾ ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോയി മറ്റു പല രാജ്യത്തും ചെന്നാൽ പള്ളികളെന്ന് പറയുന്നത് ബാങ്ക് വിളിച്ച് നിസ്കരിച്ച് കതവടച്ച് ആരെങ്കിലും ഒരു തൂണിൽ ചാരി മാത്രം ഇരിക്കാനുള്ള ഇടങ്ങളല്ല, ആക്ടിവിറ്റി പ്ലേസസ് ആണ്. അവിടെ വരുന്ന കുട്ടികൾ കളിക്കുന്നുണ്ട്, അപ്പുറത്ത് വേറെ കാര്യം ചെയ്യുന്നുണ്ട്. ഈ പേരൻസിനോടൊപ്പം വരുന്ന കുട്ടികളിരുന്ന് നോട്ട്സ് എഴുതുന്നുണ്ട്, ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പോയാൽ കാണാം. അതാണ് പള്ളികൾ സജീവമാക്കുന്ന ഒരു സംഗതിയുടെ ഭാഗം. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ ലോക്ക് ചെയ്ത് കളയരുത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളില്ല പണ്ടാണ്ട് പറഞ്ഞ പോലെ പള്ളി ആഹാരം കഴിക്കാനും ഉറങ്ങാനുള്ളതല്ലെന്നും പറഞ്ഞ് സുന്നിക്കാർ പറയുന്ന പോയിന്റിലേക്ക് എത്തും. നിങ്ങൾ ജമാഅത്ത് വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ സൈഡിൽ കിടന്ന് ഉറങ്ങും, അവിടുന്ന് ഭക്ഷണം കഴിക്കും. അതൊക്കെ ആക്ടിവിറ്റീസാണ്, ഞാനതിനെ അംഗീകരിക്കുന്ന ആളാണ്. പക്ഷേ ഒരു മൊബൈൽ ഫോണിനകത്ത് ആ പറയുന്നൊരു വീഡിയോ ഒന്ന് പിടിച്ചു പോയെന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞ് വീഴുമെന്ന് വിചാരിക്കുന്ന ആ ഒരു ഏർപ്പാട് ദയവായി ശരിയല്ല, അത് ഉപേക്ഷിക്കേണ്ടതാണ്. അതിപ്പോൾ ഞാൻ ഈ പള്ളി മാത്രമല്ല, അത്തരം ചിന്തകൾ കൊണ്ട് നടക്കുന്നവരൊക്കെ സ്വതന്ത്രമായി, നിങ്ങളിപ്പോൾ അവിടെ ഷൂട്ടിംഗ് ഒന്നും അനുവദിക്കേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികൾ കൊണ്ടുവച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടോട്ടെ, ആളുകൾ അറിഞ്ഞോട്ടെ, അതിലെന്താ തെറ്റ്? അത്രയെങ്കിലും അതിലുണ്ടാവണ്ടേ, അത് പറഞ്ഞു എന്നേ ഉള്ളൂ.